ബാക്ക് ടു സ്പൂൾസ് ആൻഡ് ഇഞ്ചസ്. ഇന്നത്തെ വീഡിയോയിൽ കീ ഹോൾ നെക്ക് ലൈനിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തൊട്ട് കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ഇപ്പോൾ കീ ഹോൾ നെക്ക് ലൈനിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് നെക്ക് ലൈൻ ചെയ്യുകയാണെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ കീ ഹോൾ നെക്ക് ലൈൻ ചെയ്യുന്നത് ഇങ്ങനൊരു ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ട് താഴെ ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനത്തെ ഒരു കീ ഹോൾ നെക്ക് ലൈൻ കൊടുക്കണമെങ്കിലും കൊടുക്കാം. അതായത് ഇവിടെ ഒരു ഓപ്പണിംഗ് പോലെ ഈ സെയിം തന്നെ ബാക്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് സെയിം തന്നെയാണ്. ബാക്ക് നെക്ക് ലെങ്ത്തിനാണെങ്കിലും ബാക്ക് നെക്ക് ഷേപ്പിനാണെങ്കിലും ഫ്രണ്ട് നെക്ക് ഷേപ്പിനാണെങ്കിലും. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഇങ്ങനൊരു ഡ്രോപ്പ് പോലെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൂടാണ്ട് ഇപ്പോൾ ഇത് വേർട്ടിക്കൽ വരുന്നത് ഹൊറിസോണ്ടൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കുറച്ചും കൂടെ ലെങ്ത്തിൽ ബോട്ട് നെക്ക് ഷേപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ മെത്തേഡ് സെയിം ആണ്. ഈ ഷേപ്പ് എല്ലാം വ്യത്യാസങ്ങൾ വരുന്നതേ ഉള്ളൂ. ഡ്രാഫ്റ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, ഈ ഒരു സൈഡ് ഫോൾഡിലായിരിക്കണം, തുണിയിലാണെങ്കിലും പേപ്പറിലാണെങ്കിലും. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ ഡ്രാഫ്റ്റിങ്ങിന് നെക്ക് വിഡ്ത്ത് ഒരു 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്തിട്ട് അതൊരു ബോക്സായിട്ട് വരയ്ക്കണം. 3 ഇഞ്ച് മെഷർ ചെയ്യുക. ഇതൊരു സ്റ്റാൻഡേർഡ് നെക്ക് മെഷർമെൻ്റ് ആണ്. അതിന് ഞാനൊരു ബേസിക്കായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്താം. 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തും. ഒരു ഫ്രണ്ട് നെക്ക് ഷേപ്പിനൊക്കെ നമുക്കൊരു 6.5 ഇഞ്ചസ് വരെയൊക്കെ കൊടുക്കാം. അതിൽ കൂടുതലായി ചിലപ്പോൾ കൂടുതലൊരു നെക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത് ചോയ്സാണ് അവരുടേത്. പിന്നെ ഇനി ഇത് മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ബോക്സായിട്ട് വരയ്ക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ബോക്സായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സിൻ്റെ അകത്താണ് നെക്ക് ഷേപ്പ് കൊടുക്കേണ്ടത്. ഈ ഒരു നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും നമ്മളിവിടെ ഈ ഒരു മെഷർമെൻറ്റ് ജോയിൻ ചെയ്ത് ഈ ബോക്സ് വരയ്ക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അത് കറക്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക, നെക്ക് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക, നെക്ക് വിഡ്ത്ത് എത്രയാണോ ഇവിടെ നിന്ന് അത് കറക്റ്റ് ആ പോയിന്റ് കറക്റ്റ് മാച്ച് ചെയ്ത് വരച്ചാൽ നമുക്ക് പിന്നെ നെക്ക് ഷേപ്പിൽ ഒരു ഫിനിഷിങ് ഉണ്ടാവും കറക്റ്റ് ആണെങ്കിൽ. ഇപ്പം നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിയുമ്പോഴത്തേക്കും അതനുസരിച്ചിട്ട് നെക്ക് ഷേപ്പിലും നമ്മൾ ഇതിൻ്റെ അകത്താണല്ലോ നെക്ക് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടും ഒരു ഫിനിഷിങ്ങിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനൊരു ഷേപ്പ് ഒരു ബോക്സ് ചെയ്യാം. ആദ്യം റൗണ്ട് നെക്ക് ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2.25 ഇഞ്ച് ഈ നെക്ക് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2.25 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം 6 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുത്തേക്കുന്നത്. അതിൽ 2.25 ഇഞ്ചാണ് ഞാൻ റൗണ്ട് നെക്ക് ഷേപ്പിന് മാർക്ക് ചെയ്യുന്നത്. 2 ഇഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ മെത്തേഡെല്ലാം സെയിം തന്നെയാണ്. മെഷർമെൻറ്റ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. ഇവിടെയും അങ്ങനെ ഒരു 2.25 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് വരയ്ക്കാം. ഞാൻ ആ ഒരു കറക്റ്റ് ഇത് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മാർക്ക് ചെയ്യുമ്പം ആ ലൈൻ കറക്റ്റ് കിട്ടും നമുക്ക്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ മിഡ് പോയിന്റ് എടുക്കണം. അത് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ 2.25 എവിടെയാണോ വന്നത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു വിത്തിൻ്റെ ഇവിടെയും ഇതുപോലെ തന്നെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് 3 ഇഞ്ചാണല്ലോ നമ്മൾ വിത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് മിഡ് പോയിന്റ് എടുത്താൽ മതി. എന്നിട്ട് ഈ 2 ഇതും ഒന്ന് ജോയിൻ ചെയ്യണം ഫ്രഞ്ച് കർവ് വെച്ചിട്ട്. നമുക്ക് എവിടെയാണോ റൗണ്ട് ഷേപ്പ് കിട്ടുന്നത് അതങ്ങനെ വരച്ചാൽ മതി. നമ്മൾ ആ ഒരു എവിടെയാണോ കറക്റ്റ് ഫ്ലോ നമുക്ക് വരുന്നത് റൗണ്ട് ഷേപ്പ് ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് വരണം. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ടച്ച് ചെയ്യണം എന്നില്ല. ആ ഒരു ഫ്ലോയിൽ ഈ ഒരു നെക്ക് ഫിറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇവിടെ കൊണ്ടുവരാം.
ഈ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കീ ഹോള് വരയ്ക്കാനായിട്ട് ഞാനിവിടെ കണ്ടിന്യൂസ് കീ ഹോളല്ല വരയ്ക്കുന്നത്, ഇങ്ങനൊരു സെപ്പറേറ്റ് താഴത്തേക്ക് ഒരു ഡ്രോപ്പ് പോലെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു സ്പേസ് ഇട്ടിട്ട്, അപ്പോൾ ആ സ്പേസ് ഇടാൻ ഞാനൊരു 1.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണമെന്നില്ല, ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് കീ ഹോൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് വരെയൊക്കെ ഡിസ്റ്റൻസ് ഇടാം. 1/2 ഇഞ്ച് കൊടുക്കുക. പക്ഷെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് സെപ്പറേറ്റ് ആണ്, കീ ഹോളും ഈ റൗണ്ട് നെക്ക് ഷേപ്പും സെപ്പറേറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നെക്ക് ലൈൻ ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്ട്രിപ്പ് എല്ലാം ചെയ്ത് അത് തയ്ച്ച് വരുമ്പം ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം അതിന് ഇവിടെ ആ സ്പേസ് തികയാതെ വരും. അപ്പം അതിന് വേണ്ടിയിട്ടും ഈ ഒരു സ്പേസ് കുറച്ച് വേണ്ടതുകൊണ്ടുമാണ് ഈ 1.5 ഇഞ്ച് ഇടുന്നത്. ഇനി അടുത്തത് കീ ഹോൾ മാർക്ക് ചെയ്യാണ്. കീ ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് ഇവിടെ എടുത്ത ഈ പോയിന്റും നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തേക്കുന്നത് ആ പോയിന്റും മിഡ് പോയിന്റ് എടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഒരു 2 ഇഞ്ച് കിട്ടുന്നുണ്ട്. കീ ഹോളിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ലെങ്ത്ത് 6 ഇഞ്ചാണോ 6.5 ഇഞ്ചാണോ എത്രയാണോ എടുക്കുന്നത് ഈ ഒരു ബോക്സിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനിയിപ്പം ചെയ്യുന്നവർക്ക് കീ ഹോളിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിയാൽ മതി. 2 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് ഒരു 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വരയ്ക്കുന്നുണ്ട്. ഇതിന് 1/4 ഇഞ്ച് വരെ എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ എനിക്ക് കുറച്ചൊരു ഓപ്പൺ ടൈപ്പ് വേണ്ടതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് എടുത്തതാണ്. കാരണം 1/2 ഇഞ്ച് എടുത്താൽ പിന്നെയും നമ്മൾ തയ്ച്ച് കഴിയുമ്പം ആ ഒരു ഇത് പിന്നെയും തയ്ക്കുന്നതിൻ്റെ ഒരു 1/4 ഇഞ്ച് പോവും. അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം അത് എടുക്കാനായിട്ട്. 1/4 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല സ്ലീക്കായിട്ടുള്ള ഒരു കീ ഹോൾ കിട്ടും. ഇത് കുറച്ചും കൂടി ഒരു ഓപ്പൺ ടൈപ്പ് ആയിരിക്കും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. മെത്തേഡ് സെയിം ആണ് മാത്രം. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതും ഈ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് ഈ പോയിന്റും ലെങ്ത്തിൻ്റെ ഈ ഒരു പോയിന്റും നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതെവിടെയാണോ ആ ഷേപ്പ് വരുന്നത് അനുസരിച്ചിട്ട്. നമ്മളിങ്ങനെ ഒന്ന് ഫ്രഞ്ച് കർവ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കിയാൽ മതി. എവിടെയാണോ ആ പോയിന്റ് 3 പോയിന്റ് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കറക്റ്റ് നോക്കിയാൽ മതി. എനിക്കിവിടെ കറക്റ്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ 3 പോയിന്റും ഇങ്ങനെ ഇവിടെയും ടച്ച് ചെയ്യുന്ന തരത്തിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചപ്പോഴാണ് കിട്ടിയത് ഫ്രഞ്ച് കർവ്. ഇനി ഇതിങ്ങനെ മാർക്ക് ചെയ്യണം. എനിക്കിങ്ങനൊരു കീ ഹോളിനൊരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഈ റൗണ്ട് ഷേപ്പ് ഫസ്റ്റ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഈ കറക്റ്റ് നമ്മൾ ആ വരച്ച ലൈനിൽ കൂടെ തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഈ കീ ഹോൾ ഷേപ്പ് കട്ട് ചെയ്യണം. കീ ഹോൾ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സ്പീഡിൽ അങ്ങനെ കട്ട് ചെയ്യരുത്. കാരണം ഈ കറക്റ്റ് ഷേപ്പ് പോയാൽ പിന്നെ അത് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പം അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇത് രണ്ടും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ വരും. അതായത് ഇങ്ങനെ ഇത് ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ടാവും, പിന്നെ ഇങ്ങനൊരു ഡ്രോപ്പും.
ഇനിയിപ്പോൾ ഇത് തുണിയിൽ കട്ട് ചെയ്യാം, ഇതിൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് നമ്മൾ ഈ നെക്ക് ലൈൻ ഡ്രാഫ്റ്റിംഗ് പേപ്പറിൽ ചെയ്തത് നമുക്ക് ഏത് ഡ്രസ്സാണോ വേണ്ടത്, കുർത്തയാണോ അല്ലെങ്കിൽ ഫ്രോക്കാണോ, ഏതിൽ വെച്ചിട്ട് ആ ഒരു ഫാബ്രിക്കിൽ വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊന്നില്ലെങ്കിൽ നമുക്ക് ഈ പേപ്പർ പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് ലൈൻ ട്രേസ് ചെയ്ത് 2 നെക്ക് ലൈനും ട്രേസ് ചെയ്തിട്ട് നമുക്ക് ആ ട്രേസിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ പാറ്റേൺ തന്നെ ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് നല്ലപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ഫുൾ കുർത്ത കാണിക്കുന്നില്ല, നെക്ക് ലൈൻ്റെ പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ മെഷർമെൻ്റ് എല്ലാം സെയിം തന്നെയാണ്, ഈ സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. നെക്ക് ലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ഈ ഒരു തുണി നമ്മളിങ്ങനെ ഇവിടെ ഫോൾഡിലാണ് ഇരിക്കേണ്ടത് എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ നല്ലപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ വരയ്ക്കണം. കാരണം ഇവിടെ ഈ ഒരു അറ്റത്ത് തുണിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തെറ്റ് പറ്റാതിരിക്കാനാണ്. ഒന്ന് വരച്ചിട്ട് ബാക്കി പേപ്പർ വെച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു അറ്റത്ത് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ മതി, ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഒന്ന് ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ലൈൻ വരച്ചതിൻ്റെ അവിടെ ഇങ്ങനെ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് ചെയ്താൽ മതി, ലെവൽ കറക്റ്റായിരിക്കും. ഞാനിപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ്, പേപ്പർ തന്നെ പിൻ ചെയ്തിട്ട് അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പേപ്പർ പാറ്റേൺ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലിനൻ ഫാബ്രിക് ഒക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു ചെറിയ ചുളിവൊക്കെ നാച്ചുറലി ഉണ്ടാവും അയൺ ചെയ്താൽ പോലും. എന്നാലും മാക്സിമം ചുളുക്കില്ലാത്ത തരത്തിൽ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ ഡ്രാഫ്റ്റിംഗ് ചെയ്ത പേപ്പർ ഇവിടെ ഈ ഒരു ലൈൻ വരച്ച് കൊടുത്തതിൻ്റെ ലെവലിൽ വെച്ച് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഫോൾഡിലാണ്, പേപ്പർ കട്ട് ചെയ്തത് നമ്മൾ ഫോൾഡിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ചോക്ക് വെച്ചിട്ട് ഈ നെക്ക് ലൈൻ ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻ തുണിയിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ക്ലോത്ത് മാർക്കറിൻ്റെ പ്രത്യേകിച്ച് നെക്ക് ലൈൻ നമ്മളിങ്ങനെ ട്രേസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പോയിൻറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പെൻ മാർക്കർ ആണെങ്കിലും നല്ല പോയിൻറ്റഡ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിങ്ങനെ ഒരു ക്ലോത്ത് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ആ ഒരു കേർവ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മളിതിനി കട്ട് ചെയ്ത് ഇതിൻ്റെ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടണം. ഇനി അടുത്തത് ഈ കീ ഹോളിൻ്റെ ഇവിടെ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കീ ഹോളിൻ്റെ ഈ 2 പോയിൻറ്റ്സ് ഒന്ന് കറക്റ്റ് വരണം. ഞാനിപ്പോൾ ഈ ഒരു കർവ് ഭാഗം മാത്രമാണ് ഞാൻ ചോക്ക് വെച്ചിട്ട് വരച്ചേക്കുന്നത്. നമ്മൾ കുർത്തയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ സാമ്പിൾ പീസ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വെച്ചിട്ട് ഞാനിത് ഫുള്ള് കട്ട് ചെയ്യുന്നത്. കുർത്തയൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് തുണിയുടെ റോങ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തേക്കണം. കാരണം നമ്മൾ റോങ് സൈഡിലാണ് ഈ ഡ്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇതിനകത്താണ് വരുന്നത്. കാരണം ഇതുപോലെ പ്ലെയിൻ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് പതിയെ ഇപ്പം പിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കൈ ഇങ്ങനെ പതിയെ പ്രസ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം ഇത് രണ്ടും ചിലപ്പം ഒന്ന് നീങ്ങിയൊക്കെ പോയാൽ ചിലപ്പം ഷേപ്പിലെല്ലാം വ്യത്യാസം വരാം. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് അത് ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നെക്ക് ലൈനെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചിലപ്പം അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെ ഫുള്ള് ഇതും കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഷേപ്പ് മാത്രം കട്ട് ചെയ്തെടുക്കുക.
നെക്ക് ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നമ്മൾ ഈ വരച്ചിട്ടുണ്ടല്ലോ അതിൽ കൂടി തന്നെ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഈ ഒരു കീ ഹോളിൻ്റെ അവിടെയും. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്ത് മാറ്റുകയാണ്, ഈ ഒരു റൗണ്ട് ഷേപ്പ്. നമുക്കിനി ഈ നെക്ക് സ്ട്രിപ്പ് കട്ട് ചെയ്യണം. അതായത് കീ ഹോളിനും ഈ ഒരു റൗണ്ട് ഷേപ്പിനും സെപ്പറേറ്റ് നെക്ക് സ്ട്രിപ്പാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിപ്പോൾ തുണിയിൽ കട്ട് ചെയ്തേക്കുന്ന ഇത് വേണമെങ്കിൽ പേപ്പറിനകത്ത് നിന്ന് മാറ്റിയിട്ട് ഷേപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ അങ്ങനെ തന്നെ എടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ബാലൻസ് പീസ് വരുമല്ലോ കുർത്തയൊക്കെ കട്ട് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കുക. സ്ട്രിപ്പ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ തുണി ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. റോങ് സൈഡാണത്, റോങ് സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നെക്സ്റ്റ് സ്ട്രിപ്പ് ഒരു ചെറിയ പീസല്ലേ, അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്ക് ചിലപ്പം ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1.25 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫോൾഡിലാണ്, ഈ ഒരു ഭാഗം ഫോൾഡിലാണ്, ഇവിടെയും ഫോൾഡിലാണ്. അപ്പോൾ ഈ 2 ഫോൾഡഡ് സൈഡും കൂടെ മാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ എവിടെയാണോ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തത്, അതായത് ഇതിൻ്റെ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇവിടെയാണ് ആ സ്ട്രിപ്പ് കിട്ടേണ്ടത്. ആ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ വെക്കുക. ഇപ്പോൾ 2 ഫോൾഡഡ് സൈഡും ഇപ്പോൾ മാച്ചിലായി. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇത് വരച്ചു കൊടുക്കുക. ട്രേസ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. നമ്മൾ ഈ ഒരു വരയ്ക്കുന്ന ഭാഗം ഇതൊന്ന് കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണം. അങ്ങനെ സ്ട്രിപ്പിൻ്റെ ഇവിടെ വരുന്ന ഭാഗം കുറച്ചൊരു ഇത് വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം എങ്ങാനും തെറ്റിപ്പോയാൽ നമുക്ക് ട്രിം ചെയ്യാൻ അവിടെ തുണി ഉണ്ടാവും. ഇവിടെ ഒന്ന് കറക്റ്റ് ആ ഷേപ്പ് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി സ്ട്രിപ്പ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു 1 ഇഞ്ച് ഇതേ ഷേപ്പിൽ തന്നെ ടേപ്പ് ഇങ്ങനെ വെച്ച് പോയാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ആ ഷേപ്പ് വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതുപോലെ ഈ ഷേപ്പിൽ ടേപ്പ് ഇങ്ങനെ വെക്കുക. ഇനി ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാൻ ഓക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇവിടെയും ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പം ഇനി ഈസി ആയിട്ട് കഴിയും, അത് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതിനൊക്കെ ഈ ഒരു നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട്, ഇതല്ലാതെ വേറെ മെത്തേഡുകളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് വരച്ച് കഴിഞ്ഞാൽ ഈസിയാണ്, നമുക്ക് അതിൽ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് റോങ് സൈഡാണെന്ന് അറിയാനായിട്ട്.
ഈ ഒരു ഷേപ്പ് ഇതും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ നെക്ക് ലൈൻ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തുണി മടക്കിയല്ലോ, അപ്പോൾ അത് മടക്കുന്നേരം നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും മടക്കിയാൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ പീസിന് വേണ്ടിയിട്ടാണ് ഇത് മടക്കിയത്. അപ്പോൾ എനിക്കിവിടെ ഇത്രയും ഭാഗത്തൊരു തുണി എക്സ്ട്രാ വന്നു. അപ്പോൾ അതിന് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കിപ്പം എത്രയാണോ വേണ്ടത് അത്രയും മടക്കിയാൽ മതി. നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതിപ്പം വെച്ചിട്ട് 1.5 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1.25 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണെങ്കിൽ എത്ര വരും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ എത്ര വേണോ അത്രയും മടക്കിയാൽ നമുക്ക് അത്രയും തുണീൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാം. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ അത് നമ്മളൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം പിന്നെ മാർക്ക് ചെയ്യാനും ഇത് കട്ട് ചെയ്തെടുക്കാനും. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ ഒരു റൗണ്ട് നെക്ക് ഷേപ്പിൻ്റെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനും സെയിം മെത്തേഡ് തന്നെയാണ്. തുണി എത്രയാണോ വേണ്ടത് അത്രയും ഫോൾഡ് ചെയ്യുക. ഈ ഭാഗം ഫോൾഡിലാണ്, എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1.25 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് ഇപ്പോൾ ഇതിനെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഒരു 1.5 ഇഞ്ച് വരെയൊക്കെ സ്ട്രിപ്പ് എടുത്താലും കുഴപ്പമില്ല. കാരണം എങ്ങാനും ഇപ്പം തയ്ച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് വരുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലും നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് തുണി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആണ് 1.5 വരെയൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ 1.25 എടുത്താലും ഓക്കെയാണ്. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു നെക്ക് സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇത് ഫോൾഡിലാണ് ഇത് ഫോൾഡിലാണ്, 2 ഫോൾഡഡ് എൻഡ്സും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുത്താൽ മതി. ഇനി ഇത് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ക്രോസ് മാർക്ക് കൊടുക്കുക. ഇത് റോങ് സൈഡാണ്. ഇനി 1.25 ഇഞ്ച് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഈ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. 1 ഇഞ്ചും വേണമെങ്കിൽ എടുക്കാം, 1 ഇഞ്ചിൻ്റെ സ്ട്രിപ്പും എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 എടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം നമ്മൾ കീ ഹോൾഡ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഇത് മാർക്ക് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഈ ഒരു ഷേപ്പ് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം ഇവിടെയും ഒരു 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ കട്ട് ചെയ്യുക, എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. ഈ കർവ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം.
ഇപ്പോൾ റൗണ്ട് നെക്ക് ഷേപ്പിൻ്റെ സ്ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ബോഡി പാർട്ടിൽ ഇതെല്ലാം പിടിപ്പിക്കണം. നമ്മൾ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തതെല്ലാം തുണിയുടെ റോങ് സൈഡിലാണ്, അതായത് റൈറ്റ് ടു റൈറ്റ് മാച്ച് ചെയ്തിട്ട് റോങ് സൈഡിലാണ് മാർക്കിങ്ങും ഈ കട്ടിങ്ങും എല്ലാം ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇത് നിവർത്തിയിട്ട് റോങ് സൈഡിൽ ആണ് ഇതിങ്ങനെ വരുന്നത്. മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി തുണിയുടെ റൈറ്റ് സൈഡ് എടുക്കുക. ഞാൻ ആദ്യം കീ ഹോളിൻ്റെ പാർട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഈ റൗണ്ട് ഷേപ്പ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ നെക്ക് സ്ട്രിപ്പ് ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് എവിടെയാണോ നെക്ക് ഷേപ്പ് വരുന്നത് അവിടെ കറക്റ്റ് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ നെക്ക് സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡും തുണിയുടെ റൈറ്റ് സൈഡും മാച്ച് ചെയ്തിട്ടാണ് നമ്മളിത് വെച്ചേക്കുന്നത്. ഇത് നെക്ക് സ്ട്രിപ്പിൻ്റെ റോങ് സൈഡാണ്. അപ്പോൾ നമ്മളിത് തയ്ച്ചിട്ട് ഇത് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിത് കറക്റ്റ് എവിടെയാണോ ആ ഷേപ്പ് വരുന്നത്, ഈ നെക്ക് ലൈനിൻ്റെ ഈ മെയിൻ തുണിയുടെ ഷേപ്പും ഈ നെക്ക് സ്ട്രിപ്പിൻ്റെ ഈ ഷേപ്പും കറക്റ്റ് മാച്ച് ചെയ്യുന്ന തരത്തിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യം ബേസ്റ്റിംഗ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബേസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടെമ്പററി സ്റ്റിച്ച് കൊടുക്കുകയാണ്, ഇവിടെ ഹാൻഡ് സ്റ്റിച്ചാണത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കത് ജസ്റ്റ് അഴിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്കൊരു തയ്ക്കാൻ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഈ നെക്ക് ലൈനൊക്കെ നല്ല കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിവിടെ കറക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ബേസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഞാൻ പിൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഈ പോയിന്റ് കറക്റ്റ് ഇവിടെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതായത് മെയിൻ തുണിയുടെയും ഈ സ്ട്രിപ്പിൻ്റെയും ഈ രണ്ട് പോയിന്റ് തമ്മിലൂടെ മാച്ച് ചെയ്യണം. നമ്മൾ ഈ ഒരു ഡ്രോപ്പ് കട്ട് ചെയ്തതിൻ്റെ ഈ രണ്ട് പോയിന്റ്സ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുള്ളത്. തയ്ച്ച് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചൊരു യൂസ്ഡ് ആകുമ്പം അത്ര പ്രശ്നം വരില്ല. അപ്പോൾ ഈ രണ്ട് ഇവിടെയും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ 1/4 ഇഞ്ചാണ് തയ്ച്ചു പോകുന്നത്. അപ്പോൾ അതിന് ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് ഇവിടെ ഇതിൻ്റെ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ലൈനിൽ കൂടെ ഒന്ന് തയ്ച്ചു പോയാൽ മതി, ഇതിൻ്റെ ഈ ഷേപ്പ് പോവുകയില്ല. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു പോയിന്റ് കറക്റ്റ് വരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ടേപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു പോയിന്റ് കിട്ടാനായിട്ട് അവിടെ ഒരു ലൈറ്റായിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കും. കാരണം ഇത് കാണില്ല, ഇത് റോങ് സൈഡിലേക്ക് പൊക്കോളും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ തയ്ച്ച് വന്ന് ഇവിടെ സൂചി ഒന്ന് നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും തയ്ച്ച് വരുമ്പോഴത്തേക്കും, ആ ഷേപ്പ് പോവുകയില്ല. ഈ രണ്ട് പോയിന്റും ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും 1/4 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് ഇതേ ഷേപ്പിൽ തന്നെ, നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ തന്നെ അങ്ങനെ വെച്ച് പോയാൽ മതി, ടേപ്പ് അങ്ങനെ വെച്ച് പോയാൽ മതി. ഇത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കാണ് കുറച്ചൊരു ടൈം എടുക്കുന്നതും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുന്നതും.
അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ വന്ന് നിർത്തുക. പിന്നെ ഇവിടെ നിന്നും അങ്ങനെ സെയിം ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, ഫുള്ള് മാർക്ക് ചെയ്തിട്ട്. ഞാനിപ്പോൾ ഈ കീ ഹോളിൻ്റെ ചുറ്റും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മെഷീനിലേക്ക് എടുത്തിട്ട് കറക്റ്റ് ഈ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇത് ആദ്യം തയ്ക്കുമ്പോഴാണ് നമുക്ക് ആദ്യമായിട്ടൊക്കെ വരയ്ക്കുമ്പോഴൊരു ടൈം എടുത്ത് വരില്ലൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. തയ്ച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ നെക്ക് സ്ട്രിപ്പും ബോഡി പാർട്ടും നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ ഈ അറ്റത്ത് കറക്റ്റ് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് പോകും നമ്മൾ തയ്ച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കറക്റ്റ് ഇത് വെച്ചിട്ട് ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഞാനിങ്ങനെ തയ്ച്ചു തുടങ്ങുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് നമ്മൾ ആ വരച്ചിട്ടുണ്ടല്ലോ അവിടെ അങ്ങനെ കറക്റ്റ് വെക്കുക. എന്നിട്ട് അവിടെ അങ്ങനെ സൂചി വെച്ചിട്ട് അതിൽ കൂടെ തന്നെ തയ്ച്ചു. നമ്മൾ ഈ വരച്ചേക്കുന്നതുകൊണ്ട് ഈസിയാണ്. ആ വരച്ചേക്കുന്ന ലൈൻ മാത്രം നോക്കിയാൽ മതി. ഇങ്ങനെ ഒത്തിരി സ്പീഡിൽ തയ്ച്ചു പോകരുത്, ഒരു മീഡിയം സ്പീഡിൽ തയ്ച്ചാൽ മതി. പിന്നെ ഈ കർവ്സ് ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ ഹാൻഡ് വീൽ കൊണ്ട് തന്നെ പതിയെ ഒന്ന് മാനുവലി ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കർവ്സിൻ്റെ ആ ഒരു ഇത് പോവാതിരിക്കും. നമ്മൾ ഈ ഇവിടുത്തെ പോയിന്റിലെത്തുമ്പം ഈ സൂചി ഒന്ന് അവിടെ ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഒന്ന് ഈ ഇതാക്കി തിരിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വശവും തയ്ച്ചാൽ മതി. അതുപോലെ ഈ ഒരു അടുത്ത ഈ ഒരു പോയിന്റിൽ വരുമ്പോഴും സൂചി ഇതുപോലെ തന്നെ ഇവിടെ ഒന്ന് നിർത്തി വെച്ചിട്ട് വേണം ഒന്ന് അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് നമ്മൾ ഈ തയ്ച്ചു കഴിഞ്ഞ ഭാഗത്ത് ഈ കർവ് പാർട്ടിലും ഈ പോയിന്റഡ് ആയിട്ട് വരുന്ന ഭാഗത്തും ഓരോ കട്ട്സ് കൊടുക്കണം. ഞാനിപ്പോൾ ഈ കർവ് ഭാഗത്തെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് തിരിച്ച് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പം അതിൻ്റെ ഒരു നീറ്റ്നെസ്സും ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് ടേൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കട്ടാവാതെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അറ്റം വരെ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കുറച്ചൊരു പോയിന്റഡ് ആയിട്ടുള്ള സിസേഴ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഈ നെക്ക് സ്ട്രിപ്പിൻ്റെ ഈ തിരിച്ച് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീം ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ കൈ വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യാറ്, അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇത് റോങ് സൈഡിലേക്ക് സ്ട്രിപ്പ് ടേൺ ചെയ്തെടുത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യണമല്ലോ. അപ്പോൾ അത് തിരിച്ച് ഇങ്ങനെ ടേൺ ചെയ്യുമ്പം നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഞാൻ സീം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് എടുക്കുക, എന്നിട്ട് ഈ സ്ട്രിപ്പ് റോങ് സൈഡിലേക്ക് പതിയെ ടേൺ ചെയ്തെടുക്കുക. ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് ആക്കുമ്പോഴത്തേക്കും ഈ മെയിൻ തുണിയും ഇതിൻ്റെ ഈ ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ സീം പ്രസ് ചെയ്ത് കൊടുത്തില്ലേ, ആ കറക്റ്റ് ജോയിൻറ്റിൻ്റെ അവിടെ രണ്ട് തുണിയും ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കണം. അതായത് ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഈ സ്ട്രിപ്പിൻ്റെ ഒരു കുറച്ച് പോലും ഇവിടെ കാണുന്ന തരത്തിൽ വന്നാൽ ഫിനിഷിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ നല്ലത് ഇതിങ്ങനെ പതിയെ ടേൺ ചെയ്തെടുത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അത് ചെയ്യുന്ന സമയത്ത് തന്നെ പതിയെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ഒരു ചെറിയ പാർട്ടായതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ചെയ്ത് പിൻ ചെയ്ത് കൊടുത്താൽ ഈ ചെറിയ പാട്ടില്ല, അല്ലെങ്കിലും തന്നെ നെക്സ്റ്റ് സ്ട്രിപ്പിന് നമ്മളിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുമ്പം പിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ഒന്ന് അതിൻ്റെ കറക്ഷൻസും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് ഫുള്ള് ചെയ്തെടുക്കുക. അതുപോലെ ഈ പോയിന്റ് ഇവിടെയും ഈ ഒരു പോയിന്റ് വരുന്നുണ്ടല്ലോ, അവിടെയും നമ്മൾ നല്ലോണം ഒന്ന് സീം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം തിരിച്ച് ആക്കാനായിട്ട്.
അങ്ങനെ ഇതെല്ലാം അതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എല്ലാം നല്ലപോലെ സീം പ്രസ് ചെയ്തു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഹെം ചെയ്യണം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്യാം. സാധാരണ എപ്പോഴും കുർത്തയ്ക്ക് ഞാൻ ചെയ്യാറ് ഹാൻഡ് ഹെമ്മിങ് തന്നെയാണ്. കാരണം അതാകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും കാണാനായിട്ട്. മെഷീൻ സ്റ്റിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അപ്പം സ്റ്റിച്ച് കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും റൈറ്റ് സൈഡിൽ. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ റൈറ്റ് സൈഡിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പിൻ്റെ ഒന്നുപോലും ഇങ്ങനെ കാണുന്നില്ല. ഇനി ഇൻ കേസ് ഇവിടെ സ്ട്രിപ്പിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം ഇവിടെ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴായാലും അത് ഹെമ്മിങ് ചെയ്ത് പോകുമ്പോഴാണെങ്കിലും അതൊന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഈ സ്ട്രിപ്പ് ഫോൾഡ് ചെയ്യണം. അപ്പോൾ അത് ഫോൾഡ് ചെയ്യാനായിട്ട് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മിഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. അത് ഈ സ്ട്രിപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മടക്കി പോകണം. നമ്മളിത് മടക്കുന്ന സമയത്ത് വലിക്കരുത്. വലിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് പോവും. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഷേപ്പ് വെച്ചിട്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തേക്കുന്നതാണല്ലോ. അപ്പം അത് അതേ ഫോളിൽ തന്നെ മടക്കി സ്ട്രിപ്പിൻ്റെ എങ്ങനെയാണോ അത് ഷേപ്പ് വന്നേക്കുന്നത്, അതെവിടെയാണോ ആ കറക്റ്റ് ഫോള് വരുന്നത് അത് കറക്റ്റ് അങ്ങനെ മടക്കി പോയാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും സ്ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി പോകുമ്പോഴത്തേക്കും പിൻ ചെയ്ത് പോയാൽ മതി. ഈ ഒരു പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അതേ ഷേപ്പ് തന്നെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അങ്ങനെ തന്നെ പോയാൽ മതി ആ ഷേപ്പ്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ഫുൾ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സ്ട്രിപ്പ് ഫോൾഡ് ചെയ്തിട്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ ഒരു വി ഷേപ്പ് പോലെയല്ലേ ഇവിടെ വന്നേക്കുന്നത്, ഒരു പോയിന്റ് പോലെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അവിടെയും അതൊന്ന് സ്ട്രിപ്പ് കറക്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു അൺഈവൻ പോലെ ഈ സ്ട്രിപ്പിൻ്റെ ഇവിടെ തോന്നും, കാരണം നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട്. ഇനി ഹെമ്മിങ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയിട്ടാണ് ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ഫിനിഷിങ്ങിൽ വന്നോളും. ഈ ഒരു അറ്റത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ചെയ്ത ഈ പോയിന്റും ഇതും വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഈ സ്ട്രിപ്പിൻ്റെ അതേ ഇതിൽ മടക്കി നമ്മൾ ഇതിപ്പോൾ ഫോൾഡ് ചെയ്ത് പോയല്ലോ. അപ്പം ഈ സൈഡിൻ്റെ ഇവിടെയും ജസ്റ്റ് അതേ പോയിന്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കറക്റ്റായിട്ടാണ് ഈ സ്ട്രിപ്പ് ചെയ്യുന്നതെങ്കിൽ അതേ ഷേപ്പിലല്ലേ വന്നിരിക്കുന്നത്, അതേ ഷേപ്പിൽ നമുക്ക് മടക്കി പോകാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കണം. ഈ സ്ട്രിപ്പ് ഫുള്ള് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹെമ്മിങ് ചെയ്യാത്തത് കൊണ്ടും ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് കുറച്ച് അൺഈവനായിട്ട് ഇങ്ങനെ തോന്നുന്നത്. ഇനി ഇതെല്ലാം മാറ്റി ഹെമ്മിങ് ചെയ്ത് കറക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പം നല്ല ഫിനിഷിങ് ഉണ്ടാവും. അതുപോലെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വരുന്നത് ഇനി ഇത് ഹെമ്മിങ് ചെയ്തെടുക്കാം. ലൈൻ ഹെമ്മിങ് ചെയ്യുമ്പോൾ വളരെ ഫൈനായിട്ടുള്ള ഹെമ്മിങ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ കീ ഹോൾ നെക്ക് ഷേപ്പിൻ്റെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൗണ്ട് നെക്ക് ഷേപ്പ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഈ നെക്ക് ഷേപ്പ് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഇതിൻ്റെ ഈ ബോഡി പാർട്ടിലുള്ള നമ്മൾ കട്ട് ചെയ്ത നെക്ക് പാർട്ടും ഈ നെക്ക് സ്ട്രിപ്പിൻ്റെയും കൂടെ 2 സെൻറ്റർ പോയിന്റും ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് അത് വെക്കണം. അപ്പോൾ അതിന് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോൾ റോങ് സൈഡാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ വെക്കുന്ന ഇവിടുത്തെ പാർട്ടിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അവിടെ അത് മാച്ച് ചെയ്ത് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ നെക്ക് സ്ട്രിപ്പ് തയ്ച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ല. ഇവിടെ നമുക്ക് ഈ സെൻറ്റർ പോയിന്റ് ഓൾറെഡി നമുക്കിവിടെ ഇങ്ങനെ ഫോൾഡിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കട്ട് അവിടെയും കൊടുക്കാം. ചെറിയ കട്ടായിരിക്കണം, വളരെ ചെറിയ കട്ടായിരിക്കണം. ഇനി പിന്നെല്ലാം മാറ്റിയിട്ട്
ഇതിപ്പോൾ റോങ് സൈഡാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് അതായത് ഇത് റൈറ്റ് സൈഡാണ്. ഈ രണ്ട് റൈറ്റ് സൈഡും കൂടെ മാച്ച് ചെയ്യുക. അതായത് നെക്ക് സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡും ബോഡി പാർട്ടിൻ്റെ റൈറ്റ് സൈഡും കൂടെ മാച്ച് ചെയ്തിട്ട് നമ്മൾ ഈ സെൻറ്റർ പാർട്ട് ഇതിവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത്, ഇതിപ്പം അതേ ഷേപ്പിൽ തന്നെയാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്, അപ്പോൾ കറക്റ്റ് അതങ്ങനെ വന്നോളും. എന്നാലും ഒന്ന് നോക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ നോച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഈ കറക്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ അറിയാൻ പറ്റും ഈ ഒരു ഷേപ്പിൻ്റെ ഇത് നമ്മൾ തയ്ച്ച് വരുമ്പം സ്ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകത്തില്ല, നമുക്ക് അറിയാൻ പറ്റും കുറച്ചും കൂടെ. ഞാൻ ഈ റൗണ്ട് നെക്ക് ഷേപ്പിൻ്റെ ഇവിടുത്തെ നെക്ക് സ്ട്രിപ്പ് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെ വെച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മെഷീനിലെടുത്ത് നമ്മളത് കറക്റ്റ് തയ്ച്ചെടുക്കണം. കീ ഹോൾ ചെയ്ത പോലെ തന്നെ സെയിം തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇത് തയ്ക്കുന്നതിന് മുമ്പ് ഈ നെക്ക് സ്ട്രിപ്പും ബോഡി പാർട്ടും നമ്മൾ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ നെക്ക് സ്ട്രിപ്പ് കറക്റ്റ് ബോഡി പാർട്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് വേണം പിൻ ചെയ്യാനായിട്ട്. കാരണം ഇത് കറക്റ്റ് മാച്ച് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പം നമുക്കതിൻ്റെ ഷേപ്പിലെല്ലാം ഫിനിഷിങ്ങിലും ഒക്കെ വ്യത്യാസം വരും. അതുപോലെ കീ ഹോളിൻ്റെ പാർട്ടിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഒരു 1/4 ഇഞ്ച് ഇതേ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു മാർക്ക് ചെയ്തേ കൂടെ വേണമെങ്കിൽ തയ്ച്ച് പോവാം. ഞാൻ പക്ഷേ ഇതിനങ്ങനെ ചെയ്യുന്നില്ല. കാരണം ഇതിപ്പോൾ നമുക്ക് ഫുഡ് ഫോളോ ചെയ്തിട്ട് അങ്ങനെ തയ്ച്ച് പോയാൽ മതി. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഇതേ ഷേപ്പിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ പാർട്ടിനെല്ലാം അത് ചെയ്യണം നല്ലതാണ്. കാരണം ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് എല്ലാം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ തയ്ച്ചു പോകും. ഫൂട്ട് ഫോളോ ചെയ്ത് തയ്ക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ നീഡിലിൻ്റെയും ഈ ഫൂട്ടിൻ്റെയും നമ്മൾ ഈ തയ്ച്ചു പോകുമ്പം ഇങ്ങനെ വരുന്ന ആ ഡിസ്റ്റൻസ് 1/4 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഈ ഫൂട്ട് ഫോളോ ചെയ്ത് തയ്ക്കാൻ പറയുന്നത്. പ്രത്യേകിച്ച് നെക്ക് ലൈനിനൊക്കെ 1/4 ഇഞ്ചേ ആവശ്യമുള്ളൂ നമ്മൾക്ക് ഈ തയ്ച്ച് പോകുന്നതിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പെന്ന് പറയുന്നത് 1/4 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. തുടങ്ങുമ്പം അതിനൊരു ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് തയ്ച്ച് തുടങ്ങുമ്പോഴും ഇവിടെ എന്തെങ്കിലും മാച്ച് ചെയ്യാതെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴായാലും ഇത് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഫുഡ് ഫോളോ ചെയ്ത് ഇത് ഫുള്ളിങ്ങനെ തയ്ച്ചെടുക്കണം. അതുപോലെ തയ്ക്കുമ്പം ഒരു മീഡിയം സ്പീഡിൽ തയ്ക്കുന്നത് എപ്പോഴും നല്ലത്. ഒത്തിരി സ്പീഡിൽ ഇങ്ങനെ തയ്ക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു കർവ് പാർട്ടെല്ലാം വരുമ്പോഴത്തേക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ മാനുവലി ഹാൻഡ് വീലൊന്ന് ചെയ്തിട്ട് ചെയ്താലും മതി. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു കർവ് പാർട്സിലെല്ലാം കട്ട്സ് കൊടുക്കണം. നമ്മൾ ഈ ഒരു നെക്ക് ലൈനിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അത് ഈ നെക്ക് സ്ട്രിപ്പ് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് ടേൺ ചെയ്തെടുക്കാനും സാധിക്കും. സ്റ്റിച്ച് ചെയ്ത് പോയേക്കുന്നതിൻ്റെ അവിടെ കട്ടാവാതെ ശ്രദ്ധിക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ഉപയോഗിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു ചെറിയ പാർട്ടായതുകൊണ്ട് നല്ല ഷാർപ്പ് സിസേഴ്സ് ഉപയോഗിച്ചാലാണ് അത് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കർവ് പാർട്ടിലെല്ലാം കുറച്ചൊരു 2 ഇഞ്ച് ഡിഫറൻസിൽ അങ്ങനെ കട്ട് ചെയ്ത് പോവാം. ഇങ്ങനൊരു നല്ല കർവ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവ് പാർട്ടിലൊക്കെ ഇടയ്ക്കും ഒരു കട്ടിങ്ങിന് കൊടുക്കുന്നുണ്ട്. ഈ കർവ് പാർട്സ് എല്ലാം കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സീം പ്രസ് ചെയ്തിട്ട് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്തെടുക്കണം. അത് ഞാൻ നേരത്തെ കീ ഹോളിൽ പറഞ്ഞ പോലെ തന്നെ ഒന്ന് നല്ലോണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൈ വെച്ച് തന്നെ ചെയ്യുന്നത്. വേണമെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഈ സീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ലപോലെ സീം പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡ് എടുക്കുക. റോങ് സൈഡ് എടുത്തിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ ഈ ഒരു സീമിൻ്റെ ഇവിടെ കറക്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് പിൻ ചെയ്ത് പോവുക.
ഇപ്പം ഈ സമയത്തും ഒന്നും കൂടെ നമുക്ക് ഈ സീം പ്രസ്ഡ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കാരണം സീം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് നമ്മൾ റോങ് സൈഡിലേക്ക് ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പം ഈ ഫിനിഷിങ് ഉണ്ടാവില്ല. ഇനി റോങ് സൈഡ് എടുത്തിട്ട് മിഡിൽ പോർഷനിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് പോകുമ്പം ഞാൻ കീ ഹോളിൽ പറഞ്ഞ പോലെ തന്നെ ഈ മെയിൻ പാർട്ട് ഇതിൻ്റെയും ഈ മിഡിലിൽ കറക്റ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതുപോലെ കറക്റ്റ് പ്ലേസ്ഡ് ആവണം ഇതിങ്ങനെ. എന്നിട്ട് അങ്ങനെ പിൻ ചെയ്ത് പോയാൽ മതി. ഈ ഒരു നെക്ക് ഷേപ്പൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കീ ഹോളിൻ്റെ പാർട്ട് മാത്രമാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. ഇത് ഇനി നല്ലപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സീം പ്രസ് ചെയ്തിട്ട്. ഇനി ഇത് ഈ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് ഹെം ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കുറച്ച് തുണി എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. അതേ ഷേപ്പിൽ തന്നെ ഈ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു 1/4 ഇഞ്ചോ ഒക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇവിടെ കാണരുത്, ഇങ്ങനെ ജസ്റ്റ് കറക്റ്റ് ഇങ്ങനെ വരണം. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല. ഇനി ഇൻ കേസ് അങ്ങനെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതേ ഷേപ്പിലൊന്ന് ട്രിം ചെയ്ത് പോയാൽ മതി. ഫോൾഡ് ചെയ്യുമ്പം ഇതേ ഷേപ്പിൽ തന്നെ അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി പോയാൽ മതി. ഇങ്ങനെ ഈ സ്ട്രിപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വലിക്കുകയാണെങ്കിലാണ് പിന്നെ ആ ഷേപ്പ് ഒന്ന് വ്യത്യാസം വരും, തുണി ഇവിടെ വലിയും ഇത്. അപ്പം അതേപോലെ തന്നെ ഒന്ന് മടക്കി പോയാൽ മതി. പിന്നെ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിങ്ങനെ പിൻ ചെയ്ത് പോകുമ്പം കുറച്ചിങ്ങനെ ഒരു ചെറിയ ചുളിവ് പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ അറ്റത്ത് ഫുള്ള് ഹെമ്മിങ് ചെയ്യണം. ഇങ്ങനെ ഹെമ്മിങ് ചെയ്യുമ്പോഴാണെങ്കിലും ഒന്ന് വളരെ ഫൈനായിട്ടുള്ള ഹെമ്മിങ് ചെയ്യണം. അതായത് നമ്മൾ ഈ മെയിൻ ബോഡി പാർട്ടിൽ നിന്ന് കുറേ തുണി ഇങ്ങനെ എടുക്കരുത്, നൂലെടുക്കരുത്. ഒരു 2 ഇഴയൊക്കെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് റോങ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുമ്പോഴത്തേക്കും വളരെ ഫൈനായിട്ടുള്ള ഹെമ്മിങ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നീറ്റായിരിക്കും കുറച്ചും കൂടെ കാണാനായിട്ട്. ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ട്രിപ്പ് മടക്കുമ്പോൾ ഈ കീ ഹോളിൻ്റെ നെക്ക് സ്ട്രിപ്പിൻ്റെ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റൈറ്റ് സൈഡിലേക്ക് വിസിബിൾ ആവാതിരുന്നാൽ മതി. ഈ സ്ട്രിപ്പ് ഇവിടെ തന്നെ നീറ്റായിട്ട് ഇങ്ങനെ ഫോൾഡായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ കീ ഹോൾ നെക്ക് ലൈൻ ഹെമ്മിങ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും, റോങ് സൈഡിൽ ഇങ്ങനെയാണ്. നമ്മൾ ഫൈൻ ഹെമ്മിങ് കൊടുക്കുന്നതുകൊണ്ടാണ് നല്ല റൈറ്റ് സൈഡിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.